ക്ലാസ് വിടാൻ കുറച്ച് വൈകി. ആ, തന്നെ കാണാത്തോണ്ട് ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കി. തനിക്കും വെച്ചിട്ടുണ്ട്. പാട്ടുപാടി മഴ പെയ്ച്ച ഒരു ഭാഗവതരുണ്ടായിരുന്നു പണ്ട്. താൻ കേട്ടോ? ഇല്ല. ആ, അതിന് ചില വിശേഷ താങ്കൾ പറഞ്ഞു. തിരുമേനി അതും പഠിക്കണം. നാട്ടിൽ കൃഷിക്കാർക്ക് ഉപകാരമാവട്ടെ. ആ, പൊള്ളിയെന്ന വിചാരം. മതിച്ചു വന്ന ആനെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് പണ്ട് താൻസൻ. താൻസൻ എന്നൊരാൾ. സൈകളും അതൊക്കെ പാടിയിട്ടുണ്ട്. സൈകളും കേവനായിരുന്നേ. താൻ കേട്ടില്ല? സോജ രാജകുമാരി സോജ സോജ രാജകുമാരി സോജ. ഞാൻ റെക്കോർഡൊക്കെ വാങ്ങിണ്ടേ. സോജ രാജകുമാരി സോജ. കൊരങ്ങ. വിശേഷപ്പെട്ട പ്രതിഷ്ഠയാ. ചെറുപ്പത്തിലൊരിക്കൽ അമ്മാത്തുനിന്ന് വരുമ്പോ ഇവിടെ കയറി തൊഴുതുണ്ട്. പ്രഥമ ദൃഷ്ടി തന്നെ അനുരാഗം വന്ന് ഭവിച്ചോ? ഏതാ പ്രജ? ഗുരുവായൂരിന്ന് കണ്ട ഒരു കുട്ടിയാ. എന്നാലേ ഈ കവികൾ പറയണ അനുരാഗം എന്താന്ന് ഇനി എനിക്കൊരു രൂപം കിട്ടിയിട്ടില്ല. നേരമ്പോക്ക് ഉണ്ടായിട്ടാലും. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി എവിടെയോ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പൊ വരും. അതാ വന്നെന്ന് തോന്നുന്നു. ആ, ഇങ്ങോട്ട് വന്നേക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ആ ബസ് കമ്പനിക്കാരാ വന്നു നിൽക്കുന്നത്. ഇതൊക്കെ കുട്ടി വായിക്കൂ. പുസ്തകം എന്തിനോ പിന്നെ അലങ്കാരത്തിനോ? റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളിൽ കൂടി കയറാത്തിനാന്ന് തോന്നുന്നു. മോൾ അച്ഛനെ നുള്ളാനും ഉച്ചാനും ഒക്കെ തുടങ്ങി. മനുഷ്യർക്ക് എല്ലാം തികഞ്ഞു കൊടുക്കരുതെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ വരണം. ഓ ഡ്രൈവറെ, ചായ വേണം ഇങ്ങോട്ട് വന്നോ. തന്റെ പിന്നാലെ നടന്ന് സൽക്കരിക്കാനൊന്നും ഇവിടെ നേരില്ല. ചെല്ല്. വേദനയ്ക്ക് എങ്ങനെയുണ്ട്? അധികം ഇല്ല. എണീറ്റ് നടക്കുമ്പോ ഇടയ്ക്ക് തല ചുറ്റുന്നുണ്ട്. ആ പെണ്ണ് എപ്പോഴും ഇവിടെ അടുത്ത് നിന്നോട്ടെ. അമേരിക്കയിൽ നിന്ന് വന്ന യന്ത്രം ചെവിയിൽ വെച്ചാല് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേൾക്കണേനെന്ന് പറഞ്ഞിട്ട്
അതെന്താ ഇവള് വെക്കാത്ത? അമ്മേ, ഒരു വ്യത്യാസവുമില്ല. 2 ദിവസം വെറുതെ പാവ അതും വെച്ച് നടന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുട്ടിക്ക് ഈ ഗതി വരുത്തിയല്ലോ ഭഗവാനെ. ഞാൻ കുറച്ചു ദിവസമായി വന്നിട്ട്. അമ്പലത്തിൽ കണ്ടപ്പോ അതിശയായി, ഒട്ടും വിചാരിച്ചില്ല. ഞാനിവിടെ കോളേജിൽ താമസം? ഞാനും ഒരു ഫ്രണ്ടും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഒരു എഴുത്തച്ഛൻ മാഷ്ട വീടില്ലേ, നാട്ടിലെ തിരുമേനിയാ കൂടെയുള്ള ഫ്രണ്ട്. കേറിയിരിക്കൂ. നാട്ടിലെ മറ്റേ ഫ്രണ്ടോ? കുഞ്ഞനെന്നല്ലേ പേര്? അവനും കൂടെ തന്നെ ഉണ്ട്. വല്യമ്മല്ലേ? വല്യമ്മ രാവിലെ ഒരു ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് പോയതാ. ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാ വല്യമ്മയുടെ മുറി. വല്യമ്മ എന്റെ നേരെ വല്യമ്മയല്ല, ഒരു വകയില്. ഗൗരിയുടെ അമ്മ അനിയത്തിമാരും അവരൊക്കെ വേറെ വീട്ടില്ല. ആ ദേ, ഇതൊക്കെ ലക്ഷ്മി ഉണ്ടാക്കിയതാ. വല്യമ്മയുടെ മകന്റെ മകള്. ലക്ഷ്മിയുടെ അമ്മ മരിച്ചുപോയി. അമ്പലത്തിൽ കണ്ടത്? ലക്ഷ്മിയുടെ അച്ഛൻ വക്കീല്. ഇരിക്കൂട്ടോ, ചായ ഉണ്ടാക്കാം. വേണ്ട, ഒന്നും വേണ്ട, വെറുതെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇരുന്ന് ചായ ഉണ്ടാക്കാം. എന്താ ഇരിക്കാത്തത്? മറന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. വീട്ടുപേര് അറിയില്ലല്ലോ. പലയിടത്തും ഞാൻ ചുറ്റി നടന്നു, എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച്. ആരാത്? ദോശക്കരിക്കാൻ ഉഴുന്നു അരി വെള്ളത്തിലിട്ടോ? ഏതാ ചെക്കൻ? ഇവിടുത്തെ കോളേജിൽ പഠിക്കണതാ. നീ നമ്മൾ പണിക്കാരുടെ ബന്ധുക്കളോ പരിചയക്കാരോ വരുമ്പോ ഇവിടെ ഇരിച്ചിട്ടാണ് ചായ കൊടുക്കുക. 4-5 കൊല്ലം ഇവിടെ പണിക്ക് നിന്നിട്ടും പെണ്ണെ, നിനക്ക് ഇത്ര വീറിയുണ്ടായും. അടുക്കളപ്പുറത്തേക്ക് വിളിച്ചോ. ചെല്ലേ. പിന്നെ വേണ്ട, താങ്ക്സ്. ലക്ഷ്മിയാ? ലക്ഷ്മിക്ക് മിണ്ടാൻ വയ്യ, ചെവിയും കേൾക്കില്ല.